അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പൊതുവെ എല്ലാ വിഷയത്തിലും തടസ്സങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഉസ്താദേ, ജോലി കാര്യത്തിൽ തടസ്സം, മകളുടെ കല്യാണം ശരിയാവുന്നില്ല, അതുപോലെ തന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭർത്താവ് പഴയ പോലെ ആകുന്നില്ല, ബിസിനസ് ആദ്യമൊക്കെ ഉഷാറായിരുന്നു, ഇപ്പോൾ പഴയ രീതിയിലാവുന്നില്ല, കച്ചവടം കുറവാണ്, കയ്യിൽ പൈസ നിൽക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ പറയുന്ന ആളുകളുണ്ട്. നമ്മൾ ഒറ്റ വാക്കിൽ തടസ്സം എന്ന് പറയും, പക്ഷെ അത് എല്ലാ വിഷയത്തിലും നമുക്ക് ബാധിക്കും. അപ്പോൾ പല ആളുകളും ഉസ്താദ്മാരുടെ അടുത്തും പല ആളുകളുടെ അടുത്തും പോയി തടസ്സങ്ങൾ തീർക്കാൻ പലതും ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ തോലിൻ്റെ പണിയെടുക്കും, കണ്ണേറ് ബാത്തിലാക്കാൻ, നാവ്, സിഹർ, ഇതൊക്കെ ബാത്തിലാക്കാനുള്ള പണി പൊതുവെ എടുക്കും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തടസ്സം എന്തോ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ണേറ് കൊണ്ടോ നാവേറ് കൊണ്ടോ സിഹർ കൊണ്ടോ വന്ന തടസ്സമാവുമല്ലോ. ഈ തടസ്സം നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരമലുണ്ട്. അതൊരു 3 തേങ്ങ കൊണ്ടുള്ള അമൽ. അപ്പോൾ പല ആൾക്കാരും പഴമക്കാരൊക്കെ നമ്മൾ പറയുന്നത് കേട്ട് തേങ്ങ വെട്ടി തടസ്സം തീർക്കുന്നൊരു അമൽ അല്ലെങ്കിൽ ഒരു പരിപാടി. പല ചികിത്സാലയങ്ങളുടെ അടുത്ത് പോയാലും ഉസ്താദ്മാരുടെ അടുത്ത് പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ തേങ്ങയും കൊണ്ട് വരിക പറഞ്ഞ് തേങ്ങ വെട്ടിയിട്ട് അമൽ ചെയ്തിട്ട് തടസ്സം തീർത്ത് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഇവിടെയും നമ്മൾ വരുമ്പോൾ പല ആളുകൾക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇർബദ് മീഡിയയിലൂടെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് തേങ്ങ വെട്ടിയിട്ട് തേങ്ങ കൊണ്ട് നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റുന്ന, തടസ്സം തീർക്കാൻ പറ്റുന്ന, ബ്ലോക്കായി കിടക്കുന്നത് എന്താണോ അതൊന്ന് തുറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരമലുണ്ട്. അതൊരു 3 തേങ്ങ കൊണ്ട് ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അമൽ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. അമൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ നമ്പറിൽ അമൽ ആവശ്യമുള്ള ആളുകൾ ഈ അമൽ മാത്രം കേട്ടോ, മറ്റുള്ളതിനൊന്നുമില്ല. മറ്റുള്ള അമലുകളൊക്കെ സാധാരണ യൂട്യൂബിൽ നമ്മൾ ഇടുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഈ അമൽ തേങ്ങ ഉപയോഗിച്ച് തടസ്സം തീർക്കാനുള്ള ഈ ഒരു അമൽ ആവശ്യമുള്ള ആളുകൾ എൻ്റെ ഈ നമ്പറിൽ, നമ്മൾ ഇർബദ് മീഡിയയുടെ ഈ നമ്പറിൽ വെറും അമൽ എന്ന് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. ശ്രദ്ധിക്കുക, ഇത് ഒരു കാര്യപ്പെട്ടൊരു അമലാണ്. അതുകൊണ്ട് ഇത് അമൽ എന്ന് നിങ്ങളൊരു മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഈ അമൽ എന്ത് ചെയ്യും, പഠിപ്പിച്ച് കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഇത് അമൽ ചെയ്യാനുള്ളൊരു സമ്മതവും തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ തടസ്സം എന്തു തന്നെ ആയിക്കോട്ടെ, അത് തീർക്കാൻ പറ്റുന്ന ഒരു അമൽ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ച് തരാം. ആവശ്യമുള്ളവർ മാത്രം ഈ നമ്പറിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ വെറും അമൽ എന്ന് മാത്രം മെസ്സേജ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്യാവശ്യമുള്ളവർ അതിൽ മെസ്സേജ് അയച്ചോളൂ. ബാക്കി അമലുകൾ കൊണ്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ അമൽ മാത്രം എന്താ വാട്സപ്പിലൂടെ പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നല്ലേ? ഓരോ അമലിനും അതിൻ്റേതായ പവിത്രത ഉണ്ട്. എല്ലാ അമലും വാട്സപ്പിൽ യൂട്യൂബിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരാൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അമലല്ല അത്. അതുകൊണ്ട് ഈ അമൽ ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന അമലാണ്. ഈ അമലിന് ഒരു പ്രത്യേകത ഉണ്ട്, വെറുതെ അങ്ങോട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അമലല്ല. അതുകൊണ്ട് ആവശ്യക്കാർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.